2016 കേരളത്തിലേക്ക് പിണറായി സർക്കാർ ആദ്യമായി അധികാരത്തിലെത്തുമ്പോൾ അന്ന് പിണറായി വിജയനേക്കാൾ ഒരുപടി മുൻപിലേക്ക് പ്രശംസ പിടിച്ചുപറ്റിയത് ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജയായിരുന്നു. 2021 രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ പ്രശംസ പിടിച്ചുപറ്റിയ കെ ശൈലജ ടീച്ചറായിരിക്കും മുഖ്യമന്ത്രിയിൽ നിന്ന് കരുതിയിരുന്നവർക്കെല്ലാം തെറ്റി എന്ന് മാത്രമല്ല, അവരെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തു. കെ ശൈലജ ടീച്ചറായിരുന്നു ഒന്നാം പിണറായി സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖങ്ങളിൽ ഒന്നായി നിന്നിരുന്നത്. കൊറോണയെ പോലെ ഒരു മഹാമാരിയെ ചെറുത്തു നിൽക്കുവാൻ വേണ്ടി സജ്ജമായി മുന്നിട്ടിറങ്ങിയ ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു കെ ശൈലജ. എന്നാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വിജയിച്ച് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം അതേ ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രിയായി എത്തിയത് വീണ ജോർജ് ആയിരുന്നു. വീണ ജോർജിലും ആദ്യഘട്ടത്തിൽ വലിയ പ്രതീക്ഷ എല്ലാവരും പുലർത്തി. അത് ഒരു തരം വരെ മോശപ്പെടുത്താതെ മുൻപോട്ട് അവർ കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ അതിനിടയിൽ പല ആരോപണങ്ങൾ അവർക്കെതിരെ ഉയരുകയും ചെയ്തു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വീണ ജോർജിനെതിരെ രൂക്ഷമായ ഒരു ആരോപണവുമായി എത്തിയിരിക്കുകയാണ് BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആ സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. കാരണം മറ്റൊന്നുമല്ല, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലുണ്ടായ ദുരന്തം സർക്കാരിന്റെ പിടിപ്പുകേടെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുന്നു. ഈ അപകടം സർക്കാരിന്റെ സൃഷ്ടിയാണ്. സമ്പൂർണ്ണ പരാജയമായ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നും തൃശ്ശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ കെ സുരേന്ദ്രൻ പറഞ്ഞു. സംസ്ഥാന ആരോഗ്യവകുപ്പ് അലംഭാവം തുടരുകയാണ്. കേരളം നമ്പർ 1 എന്ന് പറയുന്ന മന്ത്രി ഇതിന് മറുപടി പറയണം. കോഴിക്കോട് സംഭവത്തിൽ സർക്കാർ അന്വേഷണം നടത്തണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. ഏഷ്യയിലെ ഏറ്റവും മികച്ച നിലവാരമുണ്ടായിരുന്ന ആശുപത്രിയിൽ 5 പേർ മരിക്കാനിടയായ സംഭവം ഉണ്ടായത് ഗൗരവകരമാണ്. ആരോഗ്യവകുപ്പോ ജില്ലാ ഭരണകൂടമോ ദുരന്തമുണ്ടായപ്പോൾ ഇടപെട്ടില്ല. കോഴിക്കോട്ടുകാരായ മന്ത്രിമാർ പോലും ഇതിൽ ഇടപെട്ടില്ല. അവർക്ക് ശ്രദ്ധ മറ്റു പല കാര്യങ്ങളിലുമാണ്. രാജീവ് ചന്ദ്രശേഖർ വിഴിഞ്ഞം ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത് സംസ്ഥാന സർക്കാരിൻ്റെ ഔദാര്യത്തിലല്ല, അത് കേന്ദ്ര സർക്കാരിൻ്റെ ക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഏത് BJP പ്രസിഡന്റ് വന്നാലും അവരെ പരിഹസിച്ച് വായടിപ്പിക്കാനാണ് ചിലർ ശ്രമിക്കുന്നത്. അതൊന്നും വകവെച്ച് കൊടുക്കാനാവില്ല. പ്രോട്ടോകോൾ അനുസരിച്ചാണ് രാജീവ് ചന്ദ്രശേഖർ നേരത്തെ വേദിയിൽ വന്നത്. അതിനുശേഷം ബ്രിട്ടാസ്, വിൻസെന്റും റഹീമും എല്ലാം വന്നു. എന്നാൽ അതൊന്നും വിമർശകർ കണ്ടില്ലല്ലോ. ജനാധിപത്യ വിരുദ്ധമായ പ്രവൃത്തി ആര് ചെയ്താലും അതിനെ എതിർക്കും. രാജീവ് ചന്ദ്രശേഖർ മുദ്രാവാക്യമല്ല ഭാരത് മാതാ കി ജയ് ആണ് വിളിച്ചത്. പിണറായി വിജയൻ ഒഴികെ എല്ലാവരും വിളിക്കുന്നതാണത്. മന്ത്രി VN വാസവൻ LDFന്റെ മുദ്രാവാക്യം വിളിച്ചപ്പോൾ BJP അധ്യക്ഷനെ വിമർശിച്ചവർ എവിടെയായിരുന്നു? മരുമോൻ ആയതുകൊണ്ട് മാത്രം വേദിയിൽ ഇരിക്കാനാവില്ലെന്ന് റിയാസ് മനസ്സിലാക്കണം. അദ്ദേഹത്തിന്റെ വിഷമം എല്ലാവർക്കും മനസ്സിലാകും. മുഖ്യമന്ത്രിയുടെ അവലോകന യോഗം അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും കൊച്ചുമകനും പങ്കെടുത്തതുപോലെയല്ല പ്രധാനമന്ത്രിയുടെ ചടങ്ങ്. കേരളത്തിന്റെ അഭിമാനമായ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്ന പ്രതിപക്ഷം ആത്മഹത്യാപരമായ സമീപനമാണ് സ്വീകരിച്ചത്. തലയിൽ ആൾതാമസമില്ലാത്തയാളാണ് താനെന്ന് VD സതീശൻ വീണ്ടും തെളിയിച്ചു. വിഴിഞ്ഞം ചടങ്ങ് UDF ബഹിഷ്കരിച്ചത് ആനമണ്ടത്തരമാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. അങ്ങനെ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഒപ്പം മുഹമ്മദ് റിയാസിനുമൊക്കെ മറുപടി നൽകുന്നതിനോടൊപ്പം വീണ ജോർജിൽ രാജിവെക്കണമെന്ന ആവശ്യവും ശക്തമായ രീതിയിൽ ഉന്നയിക്കുകയാണ് കെ സുരേന്ദ്രൻ.